നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടം വിഷയം നാളെ ജാമ്യ ഹർജി പരിഗണനയിലിരിക്കെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ലൈംഗിക ആരോപണവുമായി മറ്റൊരു പെൺകുട്ടി വരുന്നത്. 23 വാരി KPCCക്കും AICCക്കും അടക്കം പരാതി ഒരു മാസം മുന്നേ കൊടുത്തു. ഇപ്പോൾ വീണ്ടും ആ പരാതി ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നു. ക്രൂരമായിട്ടുള്ള ബലാത്സംഗം ചെയ്തു എന്നതടക്കമുള്ള പരാതിയാണ്. നാളെ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. സ്വകാര്യത വേണമെന്നുള്ള രീതി രാഹുൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലായിരിക്കും. അതായത് രാഹുലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ തന്നെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു മുൻപേ. ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം അത് കുറ്റകൃത്യമായി കണക്കാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞൊരാൾ ഇതുപോലെ മറ്റ് സുഹൃത്തുമായി ബന്ധപ്പെട്ടാൽ അതും വേറെ രീതിയിലാണ്. അതായത് പീഡനം എന്ന രീതിയിലല്ല, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന രീതിയിലല്ല പറയുന്നത്. പക്ഷേ ഇവിടെ രാഹുലിന്റെ കേസ് വളരെ വ്യത്യസ്തമാണ്. അതായത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കുറ്റം. അതുകൂടാതെ രാഹുൽ മർദ്ദിച്ചതായി, പീഡിപ്പിച്ചതായി ബന്ധപ്പെട്ട് ചിത്രങ്ങളടക്കം, ഡിജിറ്റൽ തെളിവുകളടക്കം കുട്ടിയുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ സ്വകാര്യത ലംഘിക്കുന്ന രീതിയിൽ ഇരയാരെന്ന് വെളിപ്പെടുത്താനായി ഒരു കൂട്ടം ആളുകളെ നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ടിലൊക്കെ തന്നെ കണ്ടതാണ്. അതായത് അവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെ കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇത് പ്രചരിപ്പിക്കുകയാണ്. ആ കുട്ടിയുടെയും അതുപോലെ കുട്ടിയുടെ ഭർത്താവിൻ്റെയും ഒക്കെ ആയി ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഇതൊന്നും തന്നെ അനുവദിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഈ ഒരു കേസിൽ തന്നെയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാവുന്നതിന് മുന്നേ തന്നെ രാഹുൽ ഈശ്വറകത്താവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ നമ്മൾ ബഹുമാനിച്ച് അത് മാനിച്ച് മുന്നോട്ട് പോകാതെ പറ്റത്തില്ല. രാഹുലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 23 എന്ന് പറയുന്നു. ഇപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നത്. അതിൽ ആ പരാതിയിൽ KPCCക്ക് കൊടുത്ത പരാതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സെക്ഷൽ പ്രഡേറ്ററാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറയുന്നത്. അതായത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ലൈംഗിക വൈകൃതമുള്ള ഒരു മനോരോഗത്തിന് അടിമയായിട്ടുള്ള വ്യക്തി എന്നൊക്കെ തന്നെ ഏറ്റവും അവസാനം വ്യാഖ്യാനിക്കാൻ സാധിക്കും. ആ രീതിയിലാണ് ഈ പരാതി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, മാധ്യമപ്രവർത്തകയായ ഒരു യുവതി നേരത്തെ പരാതി നൽകിയെന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് അതിജീവിതയായ മറ്റൊരു കുട്ടിയെ കണ്ടുവന്ന് ഒരു മാധ്യമപ്രവർത്തക തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പിന്നീട് അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇവിടെ എത്തി നിൽക്കുന്നു. അന്നൊക്കെ തന്നെ രാഹുലിനുണ്ടായിരുന്ന ആത്മവിശ്വാസം ഒരിക്കലും എനിക്കെതിരെ അവൾ പരാതി കൊടുക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു ആത്മവിശ്വാസമൊക്കെ അമിതമായി പോയി എന്ന് തന്നെയാണ് അവസാനം മനസ്സിലാക്കേണ്ടത്. എന്തു തന്നെയായിരുന്നാലും രാഹുൽ ചെയ്ത കുറ്റം അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനോ അതിനെ കണ്ടിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല. ഇപ്പൊ രാഹുൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്, നാളെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ തൻ്റെ പക്കൽ കുറച്ച് ഡിജിറ്റൽ തെളിവുകളുണ്ട്, അത് അഭിഭാഷകൻ മുഖേന കൈമാറും എന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. ഇനിയിപ്പോൾ നാളെ അതിൽ കൂടുതൽ തെളിവുകൾ കൈമാറാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലൂടെ രാഹുൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇരുവരും ചേർന്നുള്ള സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു. അത് പിന്നീട് തന്നെ ഭീഷണിപ്പെടുത്തി, തന്നെ ചൂഷണം ചെയ്ത് ഈ രീതിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം നാളെ ഉന്നയിക്കാൻ പോകുന്നത്. ഇനി എന്തുകൊണ്ട് അടച്ചിട്ട മുറി എന്ന് ചോദിച്ചാൽ അതിൽ 2 വിഷയമുണ്ട്. അതായത് ഒന്ന്, രാഹുലിന്റെ മുഖം രക്ഷിക്കുക എന്നുള്ള കാര്യമാണ്. കാരണം വളരെ സ്വകാര്യത നിറഞ്ഞ സംഭാഷണങ്ങളാണ് നേരത്തെയും പുറത്തു വന്നത്. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള കുറേ വിവരങ്ങൾ രാഹുൽ ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ കോടതിയിൽ നിന്ന് തന്നെ വിവരങ്ങൾ ഒരുപക്ഷെ ചോർന്നു പോയേക്കും എന്നുള്ള ഭയം രാഹുലിനുണ്ട്. കാരണം രാഹുൽ ഈശ്വറിനെ പോലെ മറ്റൊരു രാഹുൽ ഈശ്വർ വന്നു കഴിഞ്ഞാൽ കുരുക്ക് മുറുകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ 2 വിഷയങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേരുടെയും സ്വകാര്യത മാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ നമുക്കറിയാം, ഏറെ പരിതാപകരമാണ്. കാരണം ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു ആക്രമണം, സൈബർ ആക്രമണം തന്നെ കുട്ടിക്ക് നേരെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് പ്രധാനമായി പ്രോസിക്യൂഷൻ പറയുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇനി ബാധിക്കപ്പെട്ട ഒരുപാട് പേർ പുറത്ത് നിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലല്ല വിഷയം, ഇതുപോലെയുള്ള ഒരുപാട് മാങ്കൂട്ടത്തിൽമാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ട കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വമില്ല. അവർ എങ്ങനെ പരാതി കൊടുക്കും, എങ്ങനെ അവർ മുന്നിലേക്ക് വരും? നമുക്കറിയാം, നടിയെ ആക്രമിച്ച കേസൊക്കെ അറിയാവുന്നതാണ്. ആരാണ് നടിയെന്നും എന്തായിരുന്നു വിഷയം എന്നൊക്കെ രീതിയിൽ പല കഥകളും കെട്ടുകഥകളും ഒക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. ഏറ്റവും ഒടുവിൽ ധൈര്യപൂർവ്വം അവൾ തന്നെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വന്നു. എല്ലാവർക്കും ആ ഒരു ധൈര്യം ഉണ്ടാവില്ല. അത് മാത്രമല്ല, എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയം, ഈ 23 കൊടുത്ത പരാതിയിലും ഒരുപക്ഷെ പരാമർശിച്ചിട്ടുള്ള ഒരു സംഭവം, എൻ്റെ കുടുംബത്തെ അടക്കം ഓർത്തിട്ടാണ് സമൂഹത്തിന് മുന്നിൽ ഞാൻ ഏത് രീതിയിലുള്ള സ്ത്രീയായി വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ള വിഷയങ്ങൾ ആലോചിച്ചിട്ടാണ്. അതായത് പ്രതിസ്ഥാനത്ത് ഒരു പുരുഷനുണ്ടെങ്കിൽ പോലും കുറച്ചു കാലം കഴിയുമ്പോൾ അത് തേഞ്ഞു മാഞ്ഞു പോകും. പക്ഷെ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സമൂഹത്തിൽ അവക്കുണ്ടാകുന്ന ഒരു പ്രതിച്ഛായ? നാളെ ജാമ്യ ഹർജിയിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് കുറെ തെളിവുകൾ ഉണ്ടെങ്കിൽ, ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇതെല്ലാം നടത്തിയത്, ഗർഭചിത്രം അടക്കം നടത്തിയത് എന്നുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അവിടെ ജാമ്യം കിട്ടാൻ സാധ്യതയില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം എന്ന് പറയുന്നത് ഉഭയസമ്മതപ്രകാരം അവർ ഏത് തരത്തിലുള്ള ബന്ധമോ സൗഹൃദമോ ആയിക്കൊള്ളട്ടെ. പക്ഷേ നിയമപരമായി നോക്കുകയാണെങ്കിൽ
ഒരു ഡോക്ടറെ കാണാതെയോ അതല്ലെങ്കിൽ രഹസ്യമായോ ഒരു ഗർഭഛിദ്രം നടത്താൻ ആർക്കും അവകാശമില്ല. അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റം തന്നെയാണ്. അതിൽ നിന്ന് ഒരിക്കലും രാഹുലിന് രക്ഷപ്പെടാനായി സാധിക്കില്ല. ഇനി രാഹുൽ എന്ന് മാത്രമല്ല, രാഹുലിൻ്റെ സുഹൃത്തുണ്ട്, 2ാം പ്രതി, ഈ മരുന്ന് കൊണ്ട് കൊടുത്ത അടൂരിലെ വ്യവസായി എന്ന് പറയുന്ന വ്യക്തി. പുള്ളിക്കാരാണ് അതിനുള്ള അധികാരം കൊടുത്തത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, 2 പേർക്കും താല്പര്യമില്ലെങ്കിൽ ഒരുമിച്ച് പോവുക, ആശുപത്രിയിലെത്തി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. കാര്യം മറുഭാഗത്ത് ആ പെൺകുട്ടിയും ഇതിനകത്ത് അങ്ങനെയാണെങ്കിലും ഒരേപോലെ തെറ്റുകാരിയായിട്ട്, കാരണം നമ്മൾ അടിച്ചേൽപ്പിച്ച് കൊടുത്തതല്ല, സ്വമേധയാ കഴിച്ചതാണ്. നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സ്വമേധയാ കഴിച്ചതാണ്. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിയും ഇതിലേക്ക് വരത്തില്ലേ കണക്റ്റഡ്? അതായത് ഒരു ഭ്രൂണഹത്യ അല്ലെങ്കിൽ പറയുന്നത് പോലെ ഗർഭഛിദ്രം നടത്തുമ്പോൾ രണ്ടുപേരും ഒരേപോലെ തന്നെ അവർക്ക് പ്രശ്നമായിട്ട് തന്നെ വരത്തില്ലേ? ഇത് തന്നെയാണ് രാഹുലിന്റെ അഭിഭാഷകന്റെ വാദവും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ കൊടുത്ത ഹർജി, അതിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. അതിൽ പെൺകുട്ടി ഒരു സ്ഥാപനത്തിൽ തൊഴിൽ നോക്കുകയാണ്. ആ സ്ഥാപനത്തിന് ഒരു സംഘപരിവാർ ചായ്വുണ്ട്. അപ്പോൾ സംഘപരിവാറും അതുപോലെ തന്നെ CPM ചേർന്നുകൊണ്ട് തന്നെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് ആ രാഷ്ട്രീയ കളി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകേണ്ടത്. ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ഒരു സൈഡിൽ പറയുന്നുണ്ട്, ഒരു വശത്ത് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതായി പറയുന്നതെന്ന് പറയുമ്പോൾ ഈ കുട്ടിയെ ചിലർ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നു, പല സ്വാധീനത്തിന് അടിമയാണ്, പല രീതിയിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടി ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതെന്ന രീതിയിലൊക്കെ രാഹുൽ നാളെ സ്ഥാപിക്കും. അക്കാര്യത്തിൽ ഒന്നും ഒരു സംശയവുമില്ല. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയായിരിക്കും, താൻ നിർബന്ധിച്ചിട്ടില്ല, കുട്ടി ആവശ്യപ്പെട്ടിട്ട് അതല്ലെങ്കിൽ തങ്ങൾ ഒരുമിച്ച് ചേർന്നെടുത്ത ഒരു തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നത് തന്നെയാണ് രാഹുൽ ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് തന്നെ നാളെ ആവർത്തിക്കുകയും ഇനി ഇതിനെ സാധൂകരിക്കാൻ പറ്റുന്ന രീതിയിൽ, ഖണ്ഡിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ എന്തൊക്കെ ഹാജരാക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ ഇനിയിപ്പോൾ എന്തൊക്കെ ഹാജരാക്കിയാലും രാഹുലിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയൊരു പിഴവെന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കഴിപ്പിച്ചു, ഭ്രൂണഹത്യയ്ക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തി, അതുകൂടാതെ രാഹുലിന്റെ ആ ടോണിൽ, സംസാരത്തിൽ അസഭ്യവർഷം നടത്തുന്നതിൽ, ഇതൊക്കെ തന്നെ രാഹുലിനെതിരാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അത് മാത്രമല്ല, ഏറ്റവും ഗുരുതരമായൊരു വിഷയം ഏറ്റവും ഒടുവിൽ ഡോക്ടർമാരോട് കുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. മൊഴിയെടുക്കാൻ ചെന്ന് അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഡോക്ടർമാരോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ 1 അല്ല 2 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ്. അതായത് ജീവനൊടുക്കാൻ ശ്രമിച്ചു. അതിനുള്ള കാരണമെന്ന് പറയുമ്പോൾ ഈ ഒരു മാനസിക സംഘർഷം, ഒന്ന് ഒരുമിച്ചുള്ള ഒരു ബന്ധമായിരുന്നാൽ ആയിക്കോട്ടെ, ആവുകയോ അല്ലാതെയോ എന്തു തന്നെ ആയിരുന്നാലും അവസാന സമയം തന്നെ തള്ളിക്കളയുന്നു. തുടക്കത്തിൽ തനിക്ക് മെന്റൽ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തന്നിരുന്ന ഒരു വ്യക്തി, ഈ പെൺകുട്ടിയും പറഞ്ഞിരിക്കുന്ന പരാതി അതേ കാര്യം തന്നെയാണ്. ഒരേ രീതിയിലുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് രാഹുൽ ഈ 2 കുട്ടികളോട് നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ തരത്തിലുമുള്ള വാഗ്ദാനങ്ങൾ, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്ന ഒരു ടേമുണ്ട്, കെയറേട്ടൻ. ആ കെയറെല്ലാം കൊടുത്ത് ഏറ്റവും അവസാനം കാര്യം സാധിച്ച് കടന്നു കളയുന്ന ഒരു എന്താ പറയുന്ന ഒരു ക്രൂരനായ ഒരു വ്യക്തി. ശരിക്കും പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ശബരിമല വിഷയം അടക്കം മുക്കി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രമേ ഉള്ളൂ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു പെൺവിഷയത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ് കേരള രാഷ്ട്രീയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നാളെ ഈ ഒരു ജാമ്യ ഹർജി, ഒന്ന് തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയത്താണ് ഈ പരാതിക്കാരി പരാതിയുമായിട്ട് ചെല്ലുന്നത്, രണ്ടാമത് വീണ്ടും നാളെ ത്തിന്റെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് വീണ്ടും അടുത്ത ഒരു പരാതിയുമായി ഇപ്പോൾ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. അത് 2023 നടന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ബലാത്സംഗം ചെയ്തു. ഈ ബലാത്സംഗം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം. ഒരു പെൺകുട്ടിക്ക്, നമ്മൾ ഡൽഹിയൊക്കെ നമ്മൾ കണ്ട സൗമ്യ കൊലക്കേസൊക്കെ നമ്മൾ കണ്ടത്, ഒരു പെൺകുട്ടിക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതോ ആയിട്ടുള്ള നിമിഷങ്ങളിലൂടെ അല്ലെങ്കിൽ ദിവസങ്ങളിലൂടെ വർഷങ്ങളിലൂടെ കടന്നു പോകുന്ന കേസുകളാണ്. അപ്പൊ ഈ ബലാത്സംഗമൊക്കെ ഇന്ന് ഈ പറയുന്നത് പോലെ ഒരു സാധാരണ രീതിയിൽ പോകുന്ന തരത്തിലാകെയോ ഈ പെൺകുട്ടികൾ? ഈ പെൺകുട്ടികൾ 2023 നടന്ന സംഭവം ഇതുവരെ എങ്ങനെ മറച്ചു വെച്ചു? വീട്ടുകാർക്ക് അടക്കം അറിയാമെന്ന് പറയുമ്പോഴും എങ്ങനെ മറച്ചു വെക്കാൻ സാധിക്കുന്നു? ഇപ്പോൾ എങ്ങനെ കുത്തിപ്പൊക്കാൻ സാധിക്കും? ഈ ധൈര്യം എന്തുകൊണ്ട് അന്ന് കിട്ടുന്നില്ല? നമുക്ക് പറയേണ്ടത് ഒരു കാര്യമുണ്ട്, ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഇതിന് പിന്നിലുണ്ട് എന്നുള്ള സമ്മർദ്ദം ഉണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. കാരണം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇതിനു മുൻപും നമ്മൾ ഇതുപോലെ പല വിഷയങ്ങൾ കണ്ടിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും നിയമത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ എന്ന് നടന്ന സംഭവം ആയിക്കൊള്ളട്ടെ, ആ പെൺകുട്ടി എന്നാണോ പറയാൻ തയ്യാറായിട്ടുള്ളത് അന്ന് അവൾക്ക് നീതി ലഭ്യമാകണം എന്നുള്ളതാണ്. അതിനുവേണ്ടി തന്നെ നിയമപാലകർ ശ്രമിക്കണം എന്നുള്ളതാണ് നിയമവ്യവസ്ഥയെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ന് വെളിപ്പെടുത്തി എന്നുള്ളതിൽ നിലവിൽ അതിനൊരു ഇതില്ല. ആ ടൈമിങ്ങിന്, അതായത് നടന്ന സംഭവത്തിന്റെ ദിവസത്തിന് അങ്ങനെ ഒരു ഇതില്ല. അതുകൊണ്ടാണല്ലോ പലരും വർഷങ്ങൾക്ക് ശേഷം പല തുറന്നു പറച്ചിലുമായി സിനിമ മേഖലയിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനങ്ങനെ ഒരു പ്രസക്തി ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാണോ അവൾക്ക് പറയാനുള്ള ഒരു ധൈര്യമുള്ളത്, ആർജവമുള്ളത്, അന്ന് അവൾക്ക് ധൈര്യമായി തുറന്നു പറയാൻ തെളിവുകളാണ് അവിടെ ഒരു പ്രശ്നം. ഇനി മറ്റൊരു കാര്യം, രാഹുൽ ഈശ്വർ അടക്കം വാദിക്കുന്ന ഒരു വിഷയം,
ആർക്കെതിരെയും ഇതുപോലൊരു പരാതി ഉന്നയിക്കാം, ഒരു ആരോപണം ഉന്നയിക്കാം. അങ്ങനെ വരുമ്പോൾ വനിതാ കമ്മീഷൻ അടക്കം നിലവിൽ വളരെ ശക്തമായി തന്നെ നിൽക്കുകയാണ്. ഒരു രഹസ്യമായ ഒരു ഇമെയിൽ അയച്ചാൽ, ഒരു സന്ദേശം കത്തയച്ചാൽ പോലും അതിനെതിരെ ശക്തമായി നടപടി സ്വീകരിക്കും. ആരാണോ പരാതിക്കാരി അവരുടെ സ്വകാര്യത പൂർണ്ണമായി സംരക്ഷിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആരോപണ വിധേയനായിട്ടുള്ള, നമുക്കറിയാം ഇവിടെ തിരുവനന്തപുരം നേമത്തൊരു അധ്യാപകനുണ്ടായിരുന്നു. സ്കൂളിൽ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂളിൽ കോപ്പിയടിയോ മറ്റോ ഉണ്ടായപ്പോൾ കുട്ടിയെ എന്ത് ചെയ്തു, പെൺകുട്ടിയായിരുന്നു. അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്തു, കേസ് കൊടുത്തു. അധ്യാപകൻ മോശമായി പെരുമാറി. ശ്രദ്ധിക്കണം, പോക്സോ നിയമം, പീഡന നിയമം. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നശിച്ചു. മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ അത് വാർത്തയാക്കി, വലിയ വിഷയമാക്കി. പക്ഷെ പിന്നീട് പെൺകുട്ടി എന്നെ പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു വാശിപ്പുറത്ത് ചെയ്തു പോയതാണ്. പക്ഷെ ആ വാശിപ്പുറത്ത് ചെയ്തു പോയതിൻ്റെ പേരിൽ അദ്ദേഹം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു, കുടുംബത്തിൽ ഒറ്റപ്പെട്ടു, അദ്ദേഹത്തിന്റെ ജോലി നഷ്ടമായി. അപ്പോൾ ഇത്തരത്തിൽ പല വിഷയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും തന്നെ തിരിച്ചു കിട്ടില്ല. അപ്പോൾ രാഹുൽ ഈശ്വർ ഉയർത്തുന്ന ഈ ഒരു വാദം വളരെ ശരിയാണ്. പക്ഷേ തെളിവുകളുടെ അഭാവത്തിലുള്ള വിഷയങ്ങളാണ് ആ രീതിയിൽ. തെളിവുകൾ ഉണ്ടെങ്കിൽ തന്നെങ്കിലും അതിന്റെ അഭാവം ഉണ്ടെങ്കിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന പണിയല്ല ഇതൊന്നും. ഒരിക്കലുമല്ല. കാരണം കുറച്ചൊക്കെ തന്മയത്വം പാലിച്ചുകൊണ്ട് സ്വമേധയാവുന്ന കൺട്രോൾ ചെയ്തുകൊണ്ടൊക്കെ പോകേണ്ടുന്നതാണ് ഓരോ രാഷ്ട്രീയ നേതാക്കൾ. എന്നാൽ ചോദിക്കും, ചരിത്രം പരിശോധിച്ച എല്ലാവരും നല്ല പിള്ളകളാണോ എന്നുള്ളത്. ഈ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരമാണെങ്കിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു MLA സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ചേർന്ന പണിയല്ല. പക്ഷേ ഈ പറയുന്നോണം രാഹുൽ ഈശ്വർ അടക്കം നീതി, സത്യം എന്നതൊക്കെ ഇരുഭാഗത്തും വേണം, തുല്യത ഇരുഭാഗത്തും വേണം എന്നുള്ളൊരു വാദം. തീർച്ചയായിട്ടും വീണ്ടും ഒരു പരാതിയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നാളെ ജാമ്യ ഹർജി പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ജാമ്യം കിട്ടുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഇതും എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അടുത്ത SITക്ക് വീണ്ടും ഈ ഒരു ഇത് കൂടി മാധ്യമങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ വാർത്ത കൂടി ഒരുപക്ഷെ നാളെ കൊടുക്കുകയാണെങ്കിൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം ഒരുപക്ഷെ തള്ളിയിരിക്കാം, വീണ്ടും റിമാൻഡിലായിരിക്കാം, വീണ്ടും ഹൈക്കോടതിയിൽ പോകേണ്ടിയിരിക്കുന്നു. ഏതായാലും ഊരാക്കുടുക്കിലേക്ക് തന്നെയല്ലേ രാഹുൽ? തീർച്ചയായിട്ടും.